എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ വിദ്യാവാരി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. ഇന്ന് മീനരാശി അല്ലെങ്കിൽ മീനക്കൂറ് എന്ന് പറയുന്നവർക്ക് ഈ മീനക്കൂറിൽ ജനിച്ചിട്ടുള്ളവർക്ക്, അതായത് പൂരട്ടാതിയിലെ അവസാനത്തെ പാദം, ഉത്രട്ടാതി 1, 2, 3, 4 പാദം, രേവതി 1, 2, 3, 4 പാദങ്ങളിൽ ജനിച്ചിട്ടുള്ള മീനക്കൂറുകാർക്ക് രാഹുകേതുക്കളുടെ മാറ്റം എന്ത് അനുകൂല പ്രതികൂലതയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്ര ദിവസം തൻ്റെ രാശിയിൽ നിന്നും 4-ാം വീട്ടിൽ നിന്നുള്ള രാഹു ഭഗവാൻ മൂന്നാം രാശിയിലേക്ക് മാറി വരികയാണ്. 3-ൽ നിൽക്കുന്ന രാഹു വളരെ അനുകൂലനാണ്. അപ്പോൾ സമൂഹത്തിൽ അന്തസ്തൊക്കെ ഉണ്ടാവും, അന്തസ്സ് ഗൗരവങ്ങൾ കൂടാനുള്ള സാധ്യതകൾ കൂടും. അതുപോലെ തന്നെ ഹസ്ബൻഡ് വൈഫ്, ഭാര്യാഭർത്തന്മാർക്കിടയിൽ കലഹങ്ങളൊക്കെ മാറിയിട്ട് വളരെ ഒരു മിതത്വം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമായിട്ടുള്ള കുറേ പേര് ഈ മീന രാശിക്കാർ ഈ ജ്വൽസ്, അതായത് ആഭരണങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടാവും, ബാങ്കിൽ വെക്കുകയോ കടത്തിനായിട്ട് വെക്കുകയോ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ തിരിച്ചു കിട്ടാനും തിരിച്ചെടുക്കാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അമ്മ വഴി കുറേ ആയിട്ട് കിട്ടണമെന്നൊക്കെ വിചാരിക്കുന്നതായിട്ടുള്ള സ്വത്തുക്കളും ആഭരണങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ കുറേ കാലമായിട്ട് ശുഭകാര്യങ്ങൾ നടക്കാതിരിക്കുന്ന മീനരാശിക്കാർക്ക് ശുഭകാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. കുട്ടികൾ വളരെ അന്യോന്യമായിട്ടിരിക്കുകയും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിൽ ആവുകയും നമ്മളോട് സ്നേഹഭാവത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു സമയമായിട്ട് മാറാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ 10-ൽ നിന്നുകൊണ്ട് കേതു ഉപദ്രവമാണ് ചെയ്തിരുന്നത്. തൊഴിൽ സ്ഥാനത്തിലേക്ക്, ഉദ്യോഗസ്ഥാനത്തിലേക്ക്, ബിസിനസ് പരമായിട്ടെല്ലാം ഉപദ്രവം ചെയ്തിരുന്നതായിട്ടുള്ള കേതു ആ സ്ഥാനങ്ങൾ വിട്ടിട്ട് 9-ാം വീട്ടിലെ ഭാഗ്യസ്ഥാനത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽപരമായും ഉദ്യോഗപരമായും പണപരമായും നമുക്ക് അനുകൂലതയൊക്കെ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് കാണുന്നത്. അതുപോലെ തന്നെ വ്യാപാര വിഷയങ്ങൾ, ബിസിനസ് വിഷയമായിട്ട് കുറച്ച് മുടക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ മുടക്കങ്ങളൊക്കെ മാറിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലാഭമുണ്ടാവുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞ വാർത്തകൾ നന്നായി കേട്ടിരുന്നവരാണ്, പക്ഷെ കഴിഞ്ഞ 1 വർഷമായിട്ട് പറഞ്ഞാൽ കേൾക്കുന്നില്ല ആരും. നമ്മുടെ സ്ഥിതി ഇത്തിരി മോശമായിരുന്നു എന്ന് നമ്മൾ തന്നെ വിചാരിക്കുന്ന ഒരു സമയം മാറിയിട്ട്, അദ്ദേഹം മുതലാളിയാണ്, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം വരുന്ന ഒരു സമയം കൂടെയാണ്. പൊതുവേ മീനക്കൂറുകാർക്ക് ഈ 1.5 വർഷം വളരെ അനുഗ്രഹപ്രദമായിട്ടാണ് കാണുന്നത്. ഗുരു മാറി മകരരാശിയിലേക്ക് വരികയാണ്. അപ്പോൾ തൻ്റെ രാശിയിൽ നിന്നും 11-ാം രാശി അധിപതിയായിട്ടുള്ള ഗുരു 11-ാം വീട്ടിലേക്ക് വരുമ്പോൾ, ലാഭസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെ അനുകൂലത കൂടെ അനുഭവിക്കാനുണ്ട്. പൊതുവെ 100-ൽ 90 മാർക്ക് കൊടുക്കാൻ, അതായത് എ ഗ്രേഡ് കൊടുക്കാനുള്ള, A+ എന്നൊക്കെ പറയുന്നില്ല, ആ ഗ്രേഡ് കൊടുക്കാനുള്ള സാധ്യതകൾ ഉള്ള ഒരു രാശിക്കാരാണ് മീന രാശിക്കാർ. ഈ രാഹുകേതുക്കളുടെ മാറ്റങ്ങൾ കൊണ്ട് മീനരാശിക്കാർക്ക്, മീനക്കൂറുകാർക്ക് ഈ 1.5 വർഷക്കാലം ഈശ്വരാനുഗ്രഹപ്രദമാവട്ടെ എന്ന് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള S4 ശാസ്ത്ര എന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുകയും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കെല്ലാം അയച്ചു കൊടുക്കുകയും കാണാൻ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ അനുഗ്രഹമായിട്ട് എടുക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.